കുറച്ചധികം നാളുകളായിട്ട് പുതിയ റെസിപ്പീസ് ഒന്നും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ ഒന്ന് പുതിയൊരു റെസിപ്പി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. മന്ത്ലി ഷോപ്പിംഗ് ഇതുവരെ പോയിട്ടില്ലാത്ത കാരണം കൊണ്ട് കുറച്ച് സാധനങ്ങളുടെ ഷോർട്ടേജ് ഒക്കെ വന്നിട്ടുണ്ട്. ചിക്കനാണ് നമ്മളെ മെയിൻ ആള്. അപ്പോൾ ചിക്കൻ വെട്ടാൻ ഏൽപ്പിച്ചിട്ട് തൊട്ടടുത്തുള്ള പച്ചക്കറി കടയിലും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. കാബേജ് ചുമ്മാ കളർ കണ്ടിട്ട് എടുത്ത് നോക്കിയതാ. അത് നമുക്ക് ആവശ്യമുള്ള ആളല്ല. അപ്പോൾ ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ വാങ്ങി ഇതേ ചിക്കനും കിട്ടി. 2 ലെഗ് പീസിൻ്റെ ഒന്ന് ആദ്യത്തേക്ക് ഒന്ന് എനിക്കും. ചിക്കൻ കൈ കിട്ടിയപ്പോൾ തന്നെ അതൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് അമ്മയുടെ അടുത്ത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. വോളിൽ ഞാൻ ചെയ്ത ലിപ്പൻ ആർട്ട് വർക്കാണിത്. അതിന്റെ ഷോർട്സ് നമ്മളെ ചാനലിലുണ്ട് കേട്ടോ. ഇനി നമ്മൾ ന്യൂ റെസിപ്പിയിലേക്ക് വരാം. നമ്മൾ ഇതുണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ. സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ്. അതിന് വേണ്ടിയിട്ട് 5 മീഡിയം സൈസ് സവോള, 4 പച്ചമുളക് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കല്ലിലിട്ടിട്ട് തന്നെ ചതക്കണമെന്നൊന്നുമില്ല കേട്ടോ. അത് ചുമ്മാ ഒരു ആർഭാടത്തിന് ഇരുന്നോട്ടേന്ന് വെച്ചതാ. ഇനി മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇനി നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് പെരിഞ്ജീരകം അല്ലെങ്കിൽ വലിയ ജീരകം ചേർക്കുന്നുണ്ട്. അതിലേക്ക് കറിവേപ്പില, പച്ചമുളക് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കുക. ഇനി നമ്മളെ മെയിൻ ആളെ ചേർക്കാം ചിക്കൻ. നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ച ചിക്കൻ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് പാകത്തിന് കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നല്ലതാ. കല്ലുപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് നല്ല ഹൈ ഫ്ലെയിമിലൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കുക. നല്ല ചൂടായി വന്നെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആവശ്യത്തിന് മല്ലിപ്പൊടി, മുളക് പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു പൈനാപ്പിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇത്തിരി അതിൽ വെള്ളം പൊന്തിണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. പൈനാപ്പിൾ ഇങ്ങനെ ഈ സാധനം കട്ട് ചെയ്തെടുക്കുമ്പം ഈ വായയിൽ മുറിയാവണ പ്രശ്നം അങ്ങോട്ട് ഒഴിവായി കിട്ടും കേട്ടോ. അപ്പോഴേക്ക് ചിക്കൻ അത്യാവശ്യം വെന്തുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ച സവോള ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വീണ്ടും ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുകയാണ്. ആ നേരം കൊണ്ട് ഇതാ പൈനാപ്പിൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. കുറച്ച് ടാസ്ക്കാണ്, എന്നാലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വായയിൽ മുറിയാവണ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മൾ സവോളയ്ക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടായിട്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഗരം മസാല, കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇനിയും കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഇതേ നമ്മൾ അടിപൊളി ചിക്കൻ റോസ്റ്റ് സെറ്റാണ്.